hello. So in the Kude is someone very special. I mean, GCK mimicry pair. So I think the first thing that it comes in my mind is it's Jeevan Raj. When did you learn about mimicry? Mimicry എപ്പാണ് പഠിച്ചത്? തോന്നിയതിൽ പഠിക്കണം. ഞാൻ ശരിക്കും ഒരു മിമിക്രി എന്നുള്ള ശരിക്കും ഒരു ടാലന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. 10th 11th 12 4 വർഷം ഞാൻ സ്റ്റേറ്റിലേക്ക് മിമിക്രിയിൽ മത്സരിച്ചിട്ടുണ്ട്. ജീവൻ രാജ്, നിങ്ങൾക്ക് മിമിക്രി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റ്? മിമിക്രി മാത്രമല്ല, ചെറിയൊരു സിംഗർ കൂടിയാണ്. എന്തെങ്കിലും ചെറിയ പഠിച്ച ലൈൻസ് പാടുമോ? ഓക്കെ. ക്ലാസ് റൂം, ഇതാണ് ക്വിക്ക് ബസ്, ആമസോൺ, ബുക്ക് മൈ ഷോ. ഇതിൽ രണ്ട്. And before we end our session, I want Jeevan Raj to actually end up with your mimicry skill. So, എന്തെങ്കിലും ഒരു നല്ലൊരു mimicry, please. Okay. Yes, definitely. എന്താ ചെയ്യേണ്ടത്? നിന്റെ മാസ്റ്റർ പീസ് ചെയ്തെങ്കിൽ ആൾക്കാർ മൊത്തം ഓടി വരും. Come guys. No problem. ഓക്കെ, ഞാൻ ഒരു റോക്കറ്റ് വിക്ഷേപണം നോക്കാം. 5 4 3 2 1 0. It was amazing, and I think it would be definitely an unforgettable one to all of three. ശരിക്കും തീർച്ചയായിട്ടും നമുക്ക് ഒരു അൺഫർഗെറ്റബിൾ മൂമെന്റ് ആയിരിക്കും. So Suhana, do you want to say anything? It was a very good experience meeting him. Such an amazing person, such a talented person. He deserves it. Very, very proud. Thank you. Thank you so much. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായ എൻ്റെ ക്യാമറമാൻ ഷാല and Suhana. Thank you so much. Okay, bye. So hi guys, we are again with another personality. That is none other than the dancer of GCK. That is Ankit TV. So Ankit, when did you start to dance? എപ്പോഴാണ് എനിക്ക് തോന്നിയത് എനിക്ക് ഡാൻസ് ആക്കണം? ഡാൻസ് ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനം. എപ്പോഴാണ് എനിക്ക് തോന്നിയത്? I am beautiful. I am all dance. Daddy, master mom to dance. ഹിന്ദി പാട്ട്, മലയാള പാട്ട്, തെലുങ്ക് പാട്ട്, തമിഴ് പാട്ട്, എല്ലാ പാട്ടും മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ മൈക്കിത്താത്ത ഡാൻസിന്റെ പാമാണ് എല്ലാം ഇഷ്ടമുള്ളത് എനിക്ക്. 10 BTS ഫാൻ, ബ്ലാക്ക് പിങ്ക്, മൈക്കിത്താത്ത എല്ലാം ഇഷ്ടപ്പെട്ടാണ്. ഒരുപാടുണ്ട്, എനിക്ക് കാണുന്നുണ്ട് എപ്പോഴും, മനസ്സിലായി. സോ അങ്കിത് ശരിക്കും ഇവിടെ GCKയിലുള്ള എല്ലാ ഡാൻസിന്റെ ഒരു ഇൻസ്പിറേഷൻ ആണ്.
की सुनता बातें ये नादानी से है नाते ये बुर्राता आते जाते ये दिल को कहता ये नाते ये वो देखे हैं आंखों में किस्मत की आंखें डाले. Hi everyone, today I'm with Razik, who is from 3rd year BA History from GCK. So he is going to be presenting his masterpiece in Maplapad. So let's have a look at it. ആകാശമായവളെ അകലെ പറന്നവളെ ചിറകായിരുന്നല്ലോ നീ അറിയാതെ നിഴലോ മാഞ്ഞു പോയി വഴിയും മറന്നു പോയി തോരാമഴയിൽ ചൂട്ടുമണിഞ്ഞു പോയി പാട്ടും പോയി. Today I'm with Rasna T, who is from 3rd year BA Malayalam. And she is a very special figure in our college because she is not just Rasna, she is a very great singer, the singer of GCK. And she is going to recite a poem which she is known for. So Rasna, few lines from your poem recitation, please. പ്രശസ്ത കവി പാലാ നാരായണൻ നായരുടെ കേരളം വളരുന്നു എന്ന കവിത. കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കേറിയും കടന്നും ചെന്നന്യമാം രാജ്യങ്ങളിൽ പ്രാചിയിൽ പ്രതാപിയാം പർവ്വതം പ്രതീചിയിൽ വീജികാവിലോളിത സാഗരം നദിതൻ പ്രവാഹങ്ങൾ പർവ്വത സമാസങ്ങൾ ശ്രുതിമോഹനധ്വനിപൂരിത വിഭിന്നങ്ങൾ പുഷ്പിത തരുലതാശയ്യകൾ ഹരിനീല ശൈവലരസാലങ്കൃത നിപാനങ്ങൾ വൃത്തമേതുരീതി മാധുരീ ഗുണങ്ങളുമൊത്തതാ മഹാകാവ്യം കേരള മഹീദേശം. ഈ ഡാൻസിൽ ജേർണി വെൻ ഡിഡ് യു സ്റ്റാർട്ട് ഡാൻസ്? എനിക്ക് ഡാൻസ് ആണ് ഭയങ്കര താല്പര്യം. എപ്പോൾ തോന്നി? ഞാൻ ചെറുതിലെ മുതൽ സ്കൂളിൽ പോകാത്തതായതുകൊണ്ട് ടി വി ആയിരുന്നു എൻ്റെ ലോകം. അപ്പോൾ ടി വിയിൽ കൂടുതൽ ഞാൻ സോങ്സ് ഇതൊക്കെ ആയിരുന്നു കാണുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇതായി. പിന്നെ PRCയിൽ എൻ്റെ ഒരു ടീച്ചർ ആദ്യം എനിക്ക് ഡാൻസ് പഠിപ്പിച്ചു തന്നു. പിന്നെ ഞാൻ ഡാൻസിലേക്ക് അങ്ങനെ ഇതായി. പിന്നെ ഞാൻ ടി വി കണ്ടിട്ട് ഇതാക്കിയിട്ടെല്ലാം ആദ്യം പഠിപ്പിച്ചത് മാമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പുതിയ പുതിയ സ്റ്റെപ്സൊക്കെ ഞാൻ എടുത്തു. അങ്ങനെയാണ് ഡാൻസിലേക്ക് എനിക്ക് ഇതാവാനുള്ള കാരണം. പിന്നെ ഐ ഓൾസോ ഹേർഡ് ദാറ്റ് യു വർ എ പാർട്ട് ഓഫ് എ ഷോ, റൈറ്റ്? ഫ്ലവേഴ്സ് ഡേ. അതിൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് ചെയ്താൽ. ആദ്യം ഞാൻ അമൃതാവർഷിണി എന്നൊരു സംഘടനയിലുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു ഡാൻസ് കളിച്ചതാണ് ഫേസ്ബുക്കിൽ ഫേമസ് ആയത്. അത് കഴിഞ്ഞിട്ട് കോമഡി ഉത്സവത്തിൽ ഫസ്റ്റ് ഷോയിലേക്ക് എന്നെ വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ ഷോസിനെ വെച്ചിട്ട് അറിയാവുന്നത്ര അല്ലാണ്ട് ഞാൻ ആദ്യമായിട്ട് അതിൻ്റെ മുമ്പിലൊന്നും ചെന്ന് പെട്ടിട്ടില്ല. അപ്പോൾ നന്നായിരുന്നു. ഇത് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടാണ് നിരവധി ഷോസിനൊക്കെ പോകാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ ശബ്ദ ഡാൻസറായത്. സോ എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായില്ല ഇങ്ങനെ ആയത് ഡാൻസ്. പിന്നെ ശബ്ദ ജസ്റ്റ് ഡാൻസർ മാത്രമല്ല, ഓൾ പാടും. പിന്നെ റാമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്, റൈറ്റ്? റാമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ലൈക്ക് ഡൈവേഴ്സ് ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്. സോ ഐ ഡോണ്ട് തിങ്ക് ശബ്ദൻ്റെ ഈ ഒരു ഡിസബിലിറ്റി ഒരിക്കലും നിങ്ങൾക്ക് മീൻസ് ഇമ്പീഡ് ഇല്ലെങ്കിൽ തടസ്സമാക്കിയിട്ട് തോന്നിയിട്ടില്ല. ബിക്കോസ് എനിക്ക് തോന്നിയിട്ടില്ല. ബിക്കോസ് ഓൾ എൻ്റെ കൂടെ എൻ്റെ ക്ലാസ്മേറ്റായി നമ്മൾ ഒരു ബെഞ്ചിലാണ് പിന്നെ ഞാനിപ്പോൾ ടൂർ പോയി എക്ടോക്സ് ഫസ്റ്റ് സെക്കൻഡ് ഇയർ ഡിപ്പാർട്ട്മെൻറ്റ്. അത് ഞാൻ പോയത് ഫസ്റ്റ് ടൈം ഫ്രണ്ട്സിൻ്റെ കൂടെ മാത്രം. സത്യം പറഞ്ഞാൽ ഫാമിലിയുടെ കൂടെ അല്ലാതെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകുന്നത്. അതും 2 day ട്രിപ്പ്. ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. എനിക്കും ഏറ്റവും അഭിമാനിക്കാവുന്ന നിമിഷങ്ങളായിരുന്നു അതൊക്കെ. Thank you for being with us, Shamna. Spending a little moment with you was amazing. I think never
ക്ലാസ്സിൽ ചോദിക്കാറുണ്ട് ശബ്ദയോട് ഓൾഡ് എക്സ്പീരിയൻസിനെ പക്ഷേ ഇന്നത്തെ ഈ ഇന്റർവ്യൂ ഇസ് വെരി സ്പെഷ്യൽ. So thanks for being with me.